മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പക്ഷിമൃഗാദികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ താലോലിച്ച് പോറ്റി വളർത്തുന്ന ഒരു പറ്റം ജീവനക്കാരുണ്ട് വടക്കാഞ്ചേരിയിലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ. ഇലക്ട്രിസിറ്റി ഓഫീസ് എന്നാൽ നമുക്കറിയാം ഏറെ തിരക്കുള്ള ഇടമാണ്. ഈ തിരക്കിനിടയിലാണ് പ്രകൃതിയെ സ്നേഹിക്കാനും ജനങ്ങളെ സേവിക്കാനും ഈ ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ്മ സമയം കണ്ടെത്തുന്നത്. തങ്ങളുടെ തൊഴിലിടത്തെ സ്വന്തം വീട് പോലെ കാത്തുസൂക്ഷിക്കുന്ന അപൂർവ കാഴ്ചകളാണ് ഈ സർക്കാർ ഓഫീസിലെത്തിയാൽ കാണാൻ കഴിയുക. ഒരു സൗഹൃദ ഓഫീസായിട്ടാണ് ഞങ്ങൾ ഈ ഓഫീസിനെ കാണുന്നതെന്ന് സീനിയർ സൂപ്രണ്ട് ഓഫീസർ കെ ജയ പറഞ്ഞു. ഞങ്ങളുടെ KCB വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ ഒരു സവിശേഷതയായി പലരും പറയാറുള്ളതാണ് ഈ പക്ഷിക്കൂടും അതിനോട് ചേർന്നിട്ടുള്ള ഒരു പച്ചപ്പും. അത് ഞങ്ങളുടെ സ്റ്റാഫ് ഫണ്ടിൽ നിന്നുള്ള പൈസ തന്നെയാണ് എടുക്കുന്നത്, മറ്റു ഫണ്ടുകളൊന്നുമില്ല. അപ്പോൾ അതിന് തീറ്റ കൊടുക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ തിരക്ക് പിടിച്ച ജോലി തിരക്കുകളിലെ ഒരു ആർദ്രത മനസ്സിൽ സൂക്ഷിക്കാനും ജനങ്ങളോട് മാത്രമല്ല മറ്റു ജീവജാലങ്ങളോടും ഒരു അനുകമ്പയും ഒരു സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവാനും ഒക്കെ അത് സഹായിച്ചു. നമ്മളും ചിലപ്പോൾ വല്ലാത്ത ടെൻഷനാവുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അവരുടെ കളികളും ചിരികളും ഒക്കെ കണ്ട് നമുക്കൊരു സന്തോഷം. ഞാനിവിടെ വന്നിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. എനിക്കത് വളരെ കൗതുകം തോന്നി. കിലുകിലം ചിലയ്ക്കുന്ന സ്നേഹക്കിളികളും ഭക്ഷണം തേടിയെത്തുന്ന നായ്ക്കളുമെല്ലാം ഈ ഓഫീസിലെ വേറിട്ട കാഴ്ചകളാണ്. ജീവനക്കാരുടെ കയ്യിൽ നിന്നും സ്വരൂപിക്കുന്ന പണം കൊണ്ടാണ് ഇവയെ പരിപാലിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും. വടക്കാഞ്ചേരി പാലസ് റോഡിലുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലെത്തിയാൽ ആരുടെയും മനം കുളിർക്കും. അത്രയും മനോഹരമാണ് ഈ സർക്കാർ ഓഫീസ്. തിരക്കു പിടിച്ച ജോലികൾക്കിടയിലും പ്രകൃതിയെയും ജനങ്ങളെയും സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓഫീസിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും സ്റ്റാഫ് സെക്രട്ടറി രമേശ് പാറയിൽ, ജീവനക്കാരനായ സേതു എന്നിവരടങ്ങുന്ന ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപൻ സി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KCBയുടെ ജോലിയുടെ ഒരു നാച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു തിരക്ക് പിടിച്ച അല്ലെങ്കിൽ പിരിമുറുക്കം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഇവിടെ പച്ചക്കറി കൃഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സെയ്തു അല്ലെങ്കിൽ സ്റ്റാഫ് സെക്രട്ടറിയുടെ രമേശ് പാറയിൽ അടക്കം ഇതിനു മുമ്പ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ഞങ്ങൾ ഏകദേശം 4-5 വർഷത്തോളമായിട്ട് ഇത്തരത്തിൽ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഇടപെടലുകൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇടപെടുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നടത്താറുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഉപഭോക്തൃ സൗഹൃദ സ്ഥാപനമായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു പരിധിവരെ അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനത്തിൽ ഈ ഉദ്യോഗസ്ഥരിൽ ഇത്തരത്തിലുള്ള മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റം ആ സേവനത്തിലും നിഴലിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും. ഒരു പരിധിവരെ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുഭവം. തീർച്ചയായിട്ടും ഇതിനു മുമ്പും ഞങ്ങളിവിടെ പൊതുജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ക്യാരം ബോർഡ് അങ്ങനെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതുപോലെ
പുസ്തകങ്ങൾ, ഇത്തരം കാര്യങ്ങളും കൂടെ ഇവിടെ സജ്ജീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ നമ്മുടെ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ ഈ തിരക്കുകൾക്കിടയിലും പരമാവധി ഇതിനെ നിലനിർത്തി പോകാനായിട്ട് നമ്മുടെ ജീവനക്കാർ തന്നെ കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു സ്റ്റാഫ് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് മാറ്റിവെക്കുന്ന തുക കൊണ്ടാണ് ഇത്തരത്തിൽ പക്ഷികളെയും അല്ലെങ്കിൽ ചെടികൾ ഒക്കെ പരിപാലിക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. തീർച്ചയായിട്ടും അതിനപ്പുറം നമ്മുടെ ഇവിടെ വരുന്ന ചില ജീവികളുണ്ട്, സ്ഥിരം ഭക്ഷണത്തിനായിട്ട് നായ്ക്കളടക്കമുള്ള, അവർക്ക് അതിനൊക്കെ ഞങ്ങൾ ഈ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കാണുന്നത് അതിൽ വളരെ പോസിറ്റീവായിട്ടാണ്. നമ്മുടെ ജീവനക്കാർക്കും മാനസികമായിട്ടൊരു ഉല്ലാസവും സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും അത് ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഗുണം പൊതുസമൂഹത്തിനും കിട്ടും എന്ന് തന്നെയാണ്, അവർക്ക് ലഭിക്കുന്ന സേവനത്തിലൂടെ കിട്ടും എന്നാണ് കരുതുന്നത്. അങ്ങനെ ആവട്ടെ. ചെടികളും പച്ചപ്പുകളും പടർന്നു കിടക്കുന്ന പൂവള്ളികളുമെല്ലാം ഓഫീസിലെത്തുന്നവരെ സ്വീകരിക്കാനായി കാത്തുനിൽക്കുന്ന പോലെ തോന്നും. ഓരോ സീസണിലും പച്ചക്കറികളും ഓഫീസിന്റെയും പരിസരത്തു നട്ടുവളർത്തി ഓഫീസിലെ കൂട്ടായ്മ ഹരിതാപം കൂട്ടുന്നു. വീടുകളിൽ വൈദ്യുതി മുടങ്ങുമ്പോൾ വഴക്കു പറയാനായി ഓഫീസിൽ ഓടിയെത്തുന്ന ഉപഭോക്താക്കൾ ഓഫീസിലെത്തിയാൽ ഏറെ ശാന്തരായി മാറുകയും സൗമ്യമായി കാര്യങ്ങൾ സാധിച്ചു പോകുന്നതും അനുഭവത്തിലുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു EI പറഞ്ഞു. ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഏറ്റവും നല്ല ഓഫീസായിട്ടാണ് നിൽക്കുന്നത്. സർക്കിളിൽ തന്നെ ശുചിത്വ ഓഫീസിൻ്റെ 2ാം സ്ഥാനം വടക്കാഞ്ചേരി സെക്ഷൻ ഓഫീസിനാണ്. ഇവിടെ നമ്മളുടെ ജീവനക്കാരുടെ തിരക്കിട്ടുള്ള ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഇടയ്ക്കും അവർ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പക്ഷി വളർത്തൽ, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്ന ആൾക്കാർക്ക് ഒരു മനസ്സിന് തന്നെ ഒരു തണുപ്പ് തോന്നുന്ന വിധത്തിലാണ് അവർ പോകുന്നത്. കറണ്ടില്ലാതെ എത്ര ദേഷ്യപ്പെട്ട് വരുന്ന ആൾക്കാരായാലും ഈ ചുറ്റുപാടൊക്കെ കൊണ്ടുവന്ന സമാധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ട് ഒരു സമാധാനത്തോടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ആൾക്കാരുടെ പരാതി പരിഹരിക്കുന്നതിനും ആൾക്കാരുടെ ആ ഒരു സംതൃപ്തി നിലനിർത്തുന്നതിനും നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നമ്മളുടെ ജീവനക്കാർ. ഓഫീസും പരിസരവും ശുചിത്വമായി സംരക്ഷിക്കുന്നതിനും ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കുന്നതിനും ഉപഭോക്തൃ സൗഹൃദ ഓഫീസായി പരിപാലിക്കുന്നതിനും തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിളിലെ 2ാം സ്ഥാനവും വടക്കാഞ്ചേരി ഇലക്ട്രിക് ഓഫീസിന് ലഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിത ഓഫീസ് എന്ന പദവി ലഭിച്ചതും ഓഫീസിന്റെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് എഴുത്തൈ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.